എല്ലാവർക്കും പത്തരമാരിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യം തന്നെ കാണിക്കുക ദേവേനെയും കനകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും പറയുന്നുണ്ട്, എന്തായാലും ആദർശിന് ഒരു നിമിഷം പോലും നയനെ കാണാതിരിക്കാൻ പറ്റില്ല, അതുകൊണ്ടായിരിക്കും അവൻ ഉച്ച സമയത്ത് ഇങ്ങോട്ട് ഇറങ്ങിയത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് കനകയും പറയുന്നുണ്ട്, എന്തായാലും ആദർശ് മോൻ ദേവേനെ ഇവിടെ വെച്ച് കണ്ടിരുന്നെങ്കിൽ എല്ലാ കള്ളക്കളികളും പൊളിഞ്ഞേനെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഭാഗ്യത്തിന് ഇന്നെല്ലാം ഒരുക്കി വെച്ചിരുന്നുകൊണ്ട് അതൊരു സമാധാനമായെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്കും പറയുന്നുണ്ട്, എന്നിട്ട് എന്തായാലും ഫുഡ് ഇങ്ങോട്ട് കൊണ്ടുവരട്ടെ എന്നൊക്കെ ഇങ്ങനെ കനക ചോദിക്കുമ്പോൾ പറയുകയാണ്, വേണ്ട, എന്തായാലും അവ ഇപ്പം കഴിച്ചിട്ട് പോകുമല്ലോ, അതിനുശേഷം ഞാൻ കഴിച്ചോളാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അടുത്തായിട്ട് കാണിക്കുക ആദർശം എല്ലാവരും കൂടെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുന്നതാണ് കേട്ടോ. അപ്പോഴത്തേക്കും എല്ലാവരും ടെൻഷൻ അടിച്ചിരിക്കുകയാണ്, ആരും ഒന്നും മിണ്ടുന്നൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇത് ആദർശം നോക്കിയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, എന്ത് പറ്റി എല്ലാവർക്കും പതിവില്ലാതെ ഇന്ന് എല്ലാവരും സൈലൻ്റ് ആണല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ നയന പറയുന്നുണ്ട്, അത് ആദർശമായിട്ട് ഇങ്ങനെ പെട്ടെന്ന് വന്നതുകൊണ്ട് ഫുഡൊന്നും അങ്ങനെ നല്ല രീതിയിൽ ഉണ്ടാക്കാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പറയാണ്, അതിനിന്ന് പതിവിലും കൂടുതൽ കറികളൊക്കെ ഉണ്ടല്ലോ, പിന്നെന്താ പ്രശ്നം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിന് ശേഷം നന്ദുവിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അനി വിളിക്കാറുണ്ടോ കാണാറുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇടയ്ക്കൊക്കെ വിളിക്കാറൊക്കെ ഉണ്ട് എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് പറയാണ്, എന്തായാലും മോളിനി പരമാവധി അവനെ കാണുന്നതൊക്കെ ഒഴിവാക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അനിയുടെയും അതുപോലെ തന്നെ അനാമികയുടെയും ജീവിതത്തിൽ നന്ദുവാണ് പ്രശ്നമെന്നാണ് അനാമികയും അതുപോലെ തന്നെ അവിടെ അച്ഛനും അമ്മയൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അതുകൊണ്ട് മോള് കാരണം അനന്തപുരിയിലൊരു പ്രശ്നം ഉണ്ടാവല്ലേ, അതുകൊണ്ട് മാക്സിമം ഒഴിഞ്ഞു പോകണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നവ്യ പറയാണ്, ഇവരുടെ മനസ്സിൽ ഇപ്പോഴും ഇഷ്ടമുണ്ടോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. നമ്മളിങ്ങനെ തലങ്ങും വിലങ്ങും നിന്നൊക്കെ ഇങ്ങനെ പറയുന്നെങ്കിലും അവരെത്രത്തോളം ഉൾക്കൊള്ളുന്നതെന്ന് നമുക്കറിയില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ആദർശ് പറയാണ്, ഇനിയിപ്പം ക്യാമ്പിനൊക്കെ പോയിട്ട് ഇനി തിരിച്ചു വരുമ്പോൾ SI ആയിട്ടല്ലേ വരുന്നത്, അപ്പോഴത്തേക്കും പുതിയൊരു ജീവിതം മോളുടെ മുന്നിലുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അതുപോലെ തന്നെ ഇനി അനി വിളിച്ചാൽ ഫോൺ എടുക്കുകയോ അതുപോലെ തന്നെ അവനെ കാണാൻ ശ്രമിക്കുകയോ ചെയ്യരുതെന്നൊക്കെ ഇങ്ങനെ ആദർശ് കുറച്ച് ഉപദേശമൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ നന്ദുവിന്. അപ്പോഴത്തേക്കും നയന പറയുന്നുണ്ട്, ആദർശേട്ടൻ അനിയും കൂടെ ഒന്ന് ഉപദേശിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോഴത്തേക്ക് പറയാണ്, ഞാൻ ഉപദേശിക്കുന്നുണ്ടല്ലോ, അതുമാത്രമല്ല അമ്മയും അതുപോലെ തന്നെ നീയൊക്കെ പറയുന്നുണ്ടല്ലോ, എന്നിട്ടും അവന് വലിയ മാറ്റമൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ്. പക്ഷേ അനാമിക അവനെ സ്നേഹിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ അവളും അതിന് തയ്യാറല്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അതുകൊണ്ട് എന്തായാലും നന്ദു അനിയും നിയന്ത്രിച്ചേ പറ്റുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ആദർശ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് കനക വരികയാണ് കേട്ടോ ചെയ്യാം. അപ്പോഴത്തേക്കും ആദർശ് ചോദിക്കുന്നുണ്ട്, അമ്മ ഇത് എങ്ങോട്ട് പോയതാന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ പെട്ടെന്ന് കനക ഇങ്ങനെ വിക്കിട്ട് പറയുന്നുണ്ട്, അത് ഞാൻ തുണി കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് വിരിക്കാൻ പോയതാ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും കറികളൊക്കെ എങ്ങനെയുണ്ട് മോനെ എന്നൊക്കെ ചോദിക്കുമ്പോൾ നന്നായിട്ടുണ്ട്, എന്തായാലും ഞാൻ നിർത്തുകയാണെന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോഴത്തേക്കും ആദർശ് പറയുന്നുണ്ട്, എന്തായാലും ഇനി ഒരു അരമണിക്കൂർ വിശ്രമിച്ചിട്ട് പോവാം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്കും ആദർശ് അങ്ങനെ എണീറ്റ് പോവാൻ തുടങ്ങുമ്പോഴത്തേക്കും നയന ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഇതൊന്നും പതിവില്ലാത്തതാണല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, അല്ല ഒരു ക്ഷീണം പോലെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ആദർശ് അങ്ങ് ഇങ്ങനെ മാറി നിൽക്കുന്നിടത്തേക്ക് കനക പറയുന്നുണ്ട്, പോ നീ കൂടെ പോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ, എണീച്ച് പോകാനൊക്കെ. അപ്പോൾ ആദർശ് പെട്ടെന്ന് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി എന്നൊക്കെ ചോദിച്ചാൽ ഒന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. എന്നിട്ട് ആദർശ് അങ്ങ് പോവുകയാണ് ചെയ്യുക. അപ്പോഴത്തേക്കും നന്ദു പറയുന്നുണ്ട്, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടോ എന്തോ എന്നൊക്കെ ഇങ്ങനെ നന്ദു പറയുമ്പോൾ ഗോവിന്ദനും പറയുന്നുണ്ട്, ഇനി ദേവേനയുടെ കാറ് പുറത്ത് കിടക്കുകയല്ലേ, ഇല്ല സംശയം ഇല്ലെന്ന് പറയാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോഴത്തേക്കും കനക പറയുന്നുണ്ട്, അയ്യോ ആദർശ് വിശ്രമിക്കാൻ പോണ മുറിയില്ല ദേവേനി ഇരിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നയന പറയുന്നുണ്ട്, അയ്യോ എന്നൊക്കെ പറഞ്ഞിട്ട് നയന പെട്ടെന്ന് അവിടെ നിന്ന് എണീറ്റ് പോവുകയാണ് ചേട്ടാ ചെയ്യുക. അങ്ങനെ ആദർശ് നടന്ന റൂമിൻ്റെ അടുത്തേക്ക് എത്തുമ്പോഴത്തേക്കും ഡോറ് തുറക്കാനായിട്ട് ഇങ്ങനെ പോകുമ്പോഴത്തേക്കും ഓടി വന്ന് നയന പറയുന്നുണ്ട്, ആദർശേട്ടാ ഈ റൂമിൽ കയറണ്ട, ഇതിനകത്ത് മൊത്തം പൊടിയാണ്, ഇവിടെ തൂത്തും തുടച്ചിട്ട് ഒന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ആദർശ് പറയുന്നുണ്ട്, അതിനെ വിഷുവായിട്ട് തൂക്കുകയും തുടക്കുകയും ചെയ്തിട്ടില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ഇല്ല ഇല്ല ആദർശേട്ടാ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും ഗോവിന്ദനും അവിടേക്ക് വരികയാണ് കേട്ടോ ചെയ്യുക. എന്നിട്ട് പറയുന്നുണ്ട്, ഈ റൂമിനകത്ത് അത്രയും പൊടിയാ എന്നൊക്കെ പറഞ്ഞിട്ട് നയനെ ഇങ്ങനെ ആദർശിനെ നിർബന്ധിച്ച് വാ അടുത്ത റൂമിലോട്ട് പോവാം എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ.
അടുത്തായിട്ട് ആദർശിനെ വിളിച്ചുകൊണ്ട് നയന വേറെ റൂമിലേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നയനയുടെ മുഖത്ത് ഭയങ്കര ടെൻഷനാണ്. എന്നിട്ട് ആദർശ് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി, നിൻ്റെ മുഖത്ത് നല്ല ടെൻഷനാണല്ലോ, ഞാൻ വന്നപ്പോൾ മുതൽ നോക്കുന്നതാ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പറയുന്നുണ്ട്, ഒന്നുമില്ല ആദർശ് ചേട്ടാ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ആദർശ് ചോദിക്കുന്നുണ്ട്, നമ്മുടെ അനന്തപുരിയിൽ ഇഷ്ടംപോലെ റൂമുകളുണ്ട്, അതുപോലെ തന്നെ ഉപയോഗിക്കാത്ത റൂമുകളുണ്ട്, അവിടെയൊന്നും പൊടി പിടിച്ച് കിടക്കുന്നില്ലല്ലോ, പിന്നെ അതിൻ്റെ പകുതി പോലും ഇല്ലാത്ത ഈ വീട്ടിലെന്താ ഇത്ര പൊടി എങ്ങനെ കയറിയത്, അതുപോലെ തന്നെ അവിടെ ഉപയോഗിക്കാത്ത റൂമുകളുണ്ടെങ്കിൽ തന്നെ നീ അതൊക്കെ വൃത്തിയാക്കി ഇടില്ലേ, ആഴ്ചയിൽ ഒരിക്കൽ തൂത്ത് തുടച്ച് ഇടാറുമുണ്ട്, പിന്നെ ഇവിടെ എന്ത് പറ്റി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, അതിന് ഞാനിവിടെ ഇല്ലല്ലോ, അതുപോലെ തന്നെ അമ്മയ്ക്കാണെങ്കിൽ സുഖമില്ല, അതുപോലെ നന്ദു ആണെങ്കിൽ വേറെ ജോലിയൊന്നും പ്രത്യേകിച്ച് ചെയ്യാറില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ആദർശേട്ടന് സംശയം ഉണ്ടെങ്കിൽ ആദർശേട്ടൻ പോയി നോക്കിക്കോ, തുറന്ന് നോക്കുമ്പോൾ അറിയാമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും പറയാണ്, ഇല്ല എനിക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല, എനിക്ക് നിന്നെ വിശ്വാസം തന്നെയാണ്, ആ വിശ്വാസം നിലനിർത്തേണ്ട ചെയ്യേണ്ടതെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ചോദിക്കുന്നുണ്ട്, അതെന്താ ആദർശേട്ടൻ അങ്ങനെ പറഞ്ഞെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ വന്നപ്പോൾ മുതലേ എല്ലാവരെയും ശ്രദ്ധിക്കുകയാണ്, ഞാൻ വന്നത് ഇഷ്ടപ്പെടാത്തതുപോലെ എല്ലാവർക്കും ഒരു പെരുമാറ്റത്തിൽ എനിക്ക് തോന്നുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. എന്നിട്ട് ആദർശ് പറയുന്നുണ്ട്, എന്തായാലും ഞാൻ വന്നത് ഇവിടെ ആർക്കും ഇഷ്ടപ്പെടാത്തതുപോലെയാണ് എനിക്ക് തോന്നുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പറയുന്നുണ്ട്, എന്താ ആദർശിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നത്, ആദർശൻ്റെ വീടല്ലേ, പിന്നെ ഇവിടെ ആദർശിട്ട് വരുന്നത് ആർക്കും ഇഷ്ടപ്പെടാതിരിക്കുമോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഇങ്ങനെ ആദർശ് പറയുന്നുണ്ട്, ഞാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ അരികിലേക്ക് ചെല്ലുമ്പോൾ അവരുടെ ചെറിയൊരു ഭാവമാറ്റം പോലും എന്നെ വിഷമിപ്പിക്കാറുണ്ട്, എന്തോ എനിക്കങ്ങനെ തോന്നുന്നുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നയന പറയുകയാണ്, അതൊക്കെ ആദർശൻ്റെ വെറുതെ തോന്നലാണ്, അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പറയുകയാണ്. നല്ല ചൂടല്ലേ, ഞാൻ എന്തായാലും മോരും വെള്ളം എടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് നയനെ അങ്ങ് പോവേണ്ട കേട്ടോ ചെയ്യുക. അതിനുശേഷം കാണിക്കുക അനന്തപുരിയാണ് കേട്ടോ. മുത്തശ്ശനും മുത്തശ്ശിയാണ് കാണിക്കുക. ഇങ്ങനെ അവിടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് ഫോൺ വിളിക്കുന്നുണ്ട് കേട്ടോ. അത് മുത്തശ്ശിയെ വിളിക്കുന്നത് ആദർശാണ്. അപ്പോൾ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, ആരാ വിളിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ആദർശാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് കോളൊക്കെ അറ്റൻഡ് ചെയ്യേണ്ടത് എന്ത് ചോദിക്കുകയാണ്, അമ്മ അവിടെ ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, ഇല്ല എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ചോദിക്കുക, എവിടെ പോയതാണെന്ന് വല്ലതും പറഞ്ഞായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അമ്പലത്തിലോ അല്ലെങ്കിൽ കൂട്ടുകാരികളോ വല്ലതും കാണാൻ പോയതായിരിക്കും, അങ്ങനെ എവിടെ പോകണമെന്നൊന്നും പറഞ്ഞിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. എപ്പോഴാണ് പോയെന്നൊക്കെ ചോദിക്കുമ്പോൾ കുറച്ച് നേരം ആയതേ ഉള്ളൂ പോയത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ മോ എവിടെയെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, ഞാൻ നയനയുടെ വീട്ടിലാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, അപ്പോൾ നയനയുടെ അമ്മ ഉണ്ടാക്കുന്ന നല്ല ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നീ പോയതാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ, അതെ ഫുഡൊക്കെ കഴിച്ചു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, അതാ ഞാൻ അമ്മ എവിടെയെന്ന് ചോദിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അതെനിക്കിപ്പോൾ മനസ്സിലായി, കാര്യം നീ ഇനിയിപ്പോൾ അവിടെ ഉണ്ടെന്ന് മണത്തറിഞ്ഞിട്ട് ഇനി ദേവേനെ അങ്ങോട്ട് വരികയാണെങ്കിൽ എന്നൊക്കെ അതിനുണ്ടല്ലേ നീ ഇങ്ങനെ ചോദിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും പറയണ, അതെ അതാണ് ഞാൻ അമ്മ എവിടെ ഉണ്ടോയെന്ന് ഇങ്ങനെ ചോദിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പറയാണ്, ഞാൻ വിളിച്ചോളാം മുത്തശ്ശി എന്നൊക്കെ പറഞ്ഞിട്ട് ഫോണങ്ങ് കട്ട് ചെയ്യാണ് കേട്ടോ ചെയ്യുക. എന്നിട്ട് മുത്തശ്ശി ഇങ്ങനെ മൂർത്തി സാറിനോട് പറയുന്നുണ്ട്, എന്തായാലും ലഞ്ച് ബ്രേക്ക് ആവേണ്ട താമസം, ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് മോൻ നയനയുടെ വീട്ടിൽ പോയിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോഴത്തേക്കും പറയണ, അവൻ അങ്ങനെ ഭക്ഷണപ്രിയനല്ലല്ലോ, അവൻ അവൻ്റെ ഭാര്യയെ കാണാൻ വേണ്ടി പോയതായിരിക്കും, ഒരു ദിവസം പോലും അവന് അവളെ കാണാതിരിക്കാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോഴത്തേക്കും മുത്തശ്ശിയും പറയുന്നുണ്ട്, എങ്ങനെ നടന്ന പിള്ളേരാ തല്ലും വഴക്കോറ്റി ഇപ്പോൾ എന്ത് സ്നേഹ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട്, അതൊക്കെ ആദർശിൻ്റെ മിടുക്കല്ല, നയനമോളുടെ മിടുക്കാണ്, നയനമോള് സ്നേഹം കൊണ്ട് അവനെ അടുപ്പിച്ചതാ എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അതൊക്കെ എന്നും അങ്ങനെ തന്നെ നിലനിർന്നാൽ മതി എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ട്. എന്നിട്ട് പറയാണ്, അമ്മ ഇവിടെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് വിളിച്ചാൽ, ഇനി മോൻ അവിടെ പോയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്, ഇനി അങ്ങോട്ടേറ്റാ പോയാൽ എല്ലാം പിടിക്കപ്പെടില്ലേ, അതുകൊണ്ടാണ് വിളിച്ചതാ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, കരൾ ദാനമായിട്ട് കൊടുത്തതല്ലേ നയനമോള്, എന്നിട്ട് ഇങ്ങനെ അമ്മായിയും മരുമോളും ഇങ്ങനെ പരസ്പരം അറിയാതെ ഇങ്ങനെ പിരിഞ്ഞ് നിൽക്കുന്നത് വലിയ സങ്കടം തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നന്മയുള്ളവളാണ് ദേവയാനി, അവളെ ഇനി എല്ലാ സത്യങ്ങളും അറിഞ്ഞിട്ട് നയനമോളെ സ്നേഹിച്ച് തുടങ്ങിയാൽ അത് നമുക്ക് നല്ലൊരു കാഴ്ച തന്നെയായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ മുത്തശ്ശനും. എന്തായാലും അങ്ങനെയുള്ള ഒരു ദിവസം ഉടനെ തന്നെ കാണും, അതൊക്കെ ഞാൻ മുന്നിൽ കാണുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ മുത്തശ്ശൻ. അടുത്തായിട്ട് കാണിക്കുക ദേവയാനിയാണ് കേട്ടോ. ദേവയാനി ഇങ്ങനെ റൂമിൽ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. അപ്പോഴത്തേക്കും അവിടേക്ക് നയന ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ചോദിക്കുകയാണ്, എന്തായി മോളെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, ആദർശേട്ടൻ ഫുഡ് കഴിച്ചിട്ട് വിശ്രമിക്കാൻ വേണ്ടി ഇങ്ങോട്ടാണ് വന്നത്, ഞാൻ ഒരു വിധത്തിൽ മറ്റൊരു റൂമിലേക്ക് കൊണ്ടുപോയി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും കനക ചോറുമായിട്ട് വരികയാണ് ചെയ്യുക. ഇത് കഴിക്കുന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും കഴിച്ചോ എന്ന് ചോദിക്കുമ്പോൾ കനക പറയുന്നുണ്ട്, ഞാൻ മാത്രമേ കഴിക്കാനുള്ളൂ, ബാക്കി എല്ലാവരും കഴിച്ചു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നയന
പറയാണ്. ആദർശേട്ടൻ കഴിക്കാതിരിക്കുമ്പോൾ കഴിച്ചില്ലെങ്കിൽ അത് സംശയമാവില്ലേ, അതുകൊണ്ടാണ് ഞങ്ങളും കഴിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. എന്തായാലും ഇതിപ്പോൾ കഴിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. കനക ഇങ്ങനെ നിർബന്ധിക്കുകയാണ് ചെയ്യുക. അപ്പോഴത്തേക്കും പറയുന്നുണ്ട് നമുക്ക് ഒരുമിച്ച് കഴിക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പറയാണ്, വേണ്ട, എന്തായാലും എനിക്ക് എപ്പോൾ വേണമെങ്കിലും കഴിക്കാമല്ലോ, അച്ഛൻ്റെ അമ്മയ്ക്ക് സർജറിയൊക്കെ കഴിഞ്ഞതല്ലേ, അത് സമയത്തിന് ആഹാരം കഴിച്ചേ പറ്റത്തുള്ളൂ, അതുകൊണ്ട് കഴിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും പറയാണ്, എന്തായാലും ആദർശ് മോൻ എന്തൊക്കെയോ സംശയങ്ങളുണ്ടെന്നൊക്കെ ഇങ്ങനെ കനകയും പറയുന്നുണ്ട് കേട്ടോ. അത് പിന്നെ കാണാതിരിക്കും, എൻ്റെ കാറ് പുറത്ത് കിടക്കുകയല്ലേ എന്നൊക്കെ ഇങ്ങനെ ദേവേനയും പറയാണ് ചെയ്യുക. എന്തായാലും ഇതിപ്പോൾ കഴിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. കനക ഇങ്ങനെ നിർബന്ധിക്കുകയാണ് ചെയ്യുക. അപ്പോഴത്തേക്കും പറയുന്നുണ്ട് നമുക്ക് ഒരുമിച്ച് കഴിക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പറയാണ്, വേണ്ട, എന്തായാലും എനിക്ക് എപ്പോൾ വേണമെങ്കിലും കഴിക്കാമല്ലോ, അച്ഛൻ്റെ അമ്മയ്ക്ക് സർജറിയൊക്കെ കഴിഞ്ഞതല്ലേ, അത് സമയത്തിന് ആഹാരം കഴിച്ചേ പറ്റത്തുള്ളൂ, അതുകൊണ്ട് കഴിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും പറയാണ്, എന്തായാലും ആദർശ് മോൻ എന്തൊക്കെയോ സംശയങ്ങളുണ്ടെന്നൊക്കെ ഇങ്ങനെ കനകയും പറയുന്നുണ്ട് കേട്ടോ. അത് പിന്നെ കാണാതിരിക്കും, എൻ്റെ കാറ് പുറത്ത് കിടക്കുകയല്ലേ എന്നൊക്കെ ഇങ്ങനെ ദേവേനയും പറയാണ് ചെയ്യുക. നയന പറയുന്നുണ്ട്, എന്തായാലും ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ, എന്തായാലും ആദർശന് ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നയന അങ്ങ് പോവുകയാണ് കേട്ടോ ചെയ്യുക. അപ്പോഴത്തേക്കും ദേവേനി ചോദിക്കുന്നുണ്ട്, എന്തായാലും ആദർശ് പോയിട്ട് കഴിച്ചാൽ പോരെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ, ഇല്ല, അത് പറ്റില്ല, എന്തായാലും ഇങ്ങനെ വിശന്നിരിക്കാനും പാടില്ല, കാര്യം ഒരു സർജറിയൊക്കെ കഴിഞ്ഞതല്ലേ എന്നൊക്കെ ഇങ്ങനെ കനക പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ഇനി അവ അങ്ങോട്ടായിട്ട് കയറി വരുമോ എന്നൊക്കെ ഇങ്ങനെ ദേവേനി ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, ഇല്ല, എന്തായാലും വരാൻ സാധ്യതയില്ല, കാര്യം ഇങ്ങോട്ട് വന്നപ്പോൾ പൊടിയായിരിക്കുന്ന പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ദേവേനി അവിടെ ഇരുന്ന് കഴിക്കുകയാണ് ചെയ്യുക. എന്നിട്ട് കനക പറയുന്നുണ്ട്, എന്തായാലും ഇങ്ങനെ ഒളിച്ചു കളിക്കുന്നത് ശരിയാണോ, പിള്ളേരെ പോലെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ദേവേനയും പറയുന്നുണ്ട്, അത് ശരിയാ, എന്നിട്ട് പറഞ്ഞിട്ട് എനിക്ക് എന്നാലും എല്ലാവരും മുമ്പിലും എനിക്ക് സത്യം വിളിച്ച് പറയാൻ പറ്റില്ല, എനിക്ക് മടിയാ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അടുത്തായിട്ട് ആദർശിൻ്റെ റൂമിലേക്ക് നയനിങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദർശ് പോകാൻ വേണ്ടിയിട്ടൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും ഇങ്ങനെ പറയുകയാണ്, എങ്കിൽ എന്നോടൊപ്പം വരാമല്ലോ എന്നൊക്കെ ഇങ്ങനെ നയനോട് ചോദിക്കുമ്പോൾ പറയുന്നത്, അതിന് ഇപ്പോഴോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണെന്നൊക്കെ ഇങ്ങനെ നയനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയാണ്, ഇനി പെട്ടെന്നല്ലല്ലോ, നിൻ്റെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞില്ലേ, ഇനി എന്നോടൊപ്പം വരാമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, അല്ല, വിഷുവായിട്ട് ഇവിടെ നിൽക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്, നന്ദുവൊക്കെ ഒരുപാട് നിർബന്ധിക്കുന്നുണ്ട് ഇവിടെ തന്നെ നിൽക്കാൻ, അങ്ങനെ ഞാനും ഇവിടെ നിൽക്കാമെന്നാണ് വിചാരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. പറയാണ്, ഞാൻ വരണമെങ്കിൽ വരാം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, കുഴപ്പമില്ല, നീ ഇവിടെ നിൽക്കണമെങ്കിൽ നിന്നോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ വരാത്തതുകൊണ്ട് ഇനി വിഷമാവോ എന്ന് എല്ലാവർക്കും എന്നൊക്കെ ഇനി ചോദിക്കുമ്പോൾ പറയാം, എല്ലാവർക്കും വിഷമാവോ ആവൂലെന്ന് എനിക്കറിയില്ല, എനിക്ക് നല്ല വിഷമാവും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്നാലും സാരമില്ല, നീ ഇവിടെ നിൽക്കാൻ ആഗ്രഹിച്ചല്ലേ, ഇനി ഞാനായിട്ട് ആരെയും നിരാശപ്പെടുത്തുന്നില്ല, നീ ഇവിടെ തന്നെ നിന്നോ എന്നൊക്കെ ഇങ്ങനെ ആദർശ് പറയാണ് കേട്ടോ ചെയ്യുക. എന്നിട്ട് പറയുന്നുണ്ട്, നിനക്കൊരു വലിയ താങ്ക്സ് ഉണ്ട്, കാര്യം നമ്മുടെ ജ്വല്ലറിയിൽ ഇപ്പം നല്ല സെയിൽസ് നടക്കുന്നുണ്ട്, ഈ സ്വർണ്ണത്തിനൊക്കെ ഇപ്പോൾ തീ പിടിച്ച വിലയാണെങ്കിലും വിഷുവായിട്ട് നമ്മുടെ ജ്വല്ലറിയിൽ നല്ല സെയിൽസ് ഉണ്ട്, അത് നിൻ്റെ ഡിസൈനാണ് കൂടുതലായിട്ടും പോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും ഞാൻ ഇറങ്ങാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശ് ഇങ്ങനെ ഇറങ്ങുകയാണ് കേട്ടോ ചെയ്യുക. അപ്പോഴത്തേക്കും അടുത്തായിട്ട് ഗോവിന്ദനെയും കനകയാണ് കാണിക്കുക. എന്നിട്ട് ഗോവിന്ദൻ പറയുന്നുണ്ട്, എന്തായാലും ഈ കളങ്ങൾ കാണിക്കുന്നുണ്ടല്ലേ ഇത്രയും പ്രശ്നം എന്നൊക്കെ ഇങ്ങനെ കനകയോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും ആദർശ് തന്നെ അങ്ങോട്ട് വരികയാണ് കേട്ടോ ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ ഗോവിന്ദൻ കനയോട് പറയുന്നുണ്ട്, എന്തായാലും ഈ കാര്യം ആദർശിനോടെങ്കിലും പറയാമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ആദർശ് വരുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും കനക ചോദിക്കുന്നുണ്ട്, മോൻ പോവേണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ, ഞാൻ വന്നിട്ട് കുറച്ച് നേരമല്ലേ, ഇനി പോകാം, ഞാൻ എവിടെയും കൂട്ടി പോകുമെന്നാണ് വിചാരിച്ചത്, ഇനിയിപ്പോൾ ഇവിടെ പറയുന്നത് വിഷുവാണ്, അതുപോലെ തന്നെ നന്ദു പോവുകയല്ലേ, അതുകൊണ്ട് ഇന്ന് അവിടെ നിൽക്കുന്നതെന്നാണ് പറയുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ പറഞ്ഞെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും പറയണം, അതിന് കുഴപ്പമൊന്നുമില്ല, ഇവിടെ നിൽക്കണമെങ്കിൽ നിന്നോട്ടെ എന്നൊക്കെ ഇങ്ങനെ ആദർശ് പറയാണ്. ഞാനിപ്പോൾ വീട്ടിൽ ചെല്ലുമ്പോൾ ഇനിയിപ്പോൾ അമ്മ പറയുകയാണ്, ഇനി അവളില്ലാതെ പറ്റില്ല, വിളിച്ചുകൊണ്ട് വരാൻ പറയണമെന്നെങ്കിൽ അതിന് പ്രശ്നമാവോ എന്തോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് കനക ഇങ്ങനെ ചിരിച്ചിട്ട് പറയണേ, അമ്മ ഒന്നും പറയില്ല എന്നൊക്കെ ഇങ്ങനെ നല്ല സന്തോഷത്തിൽ പറയണം കേട്ടോ. അപ്പോഴത്തേക്കും ആദർശ് പറയുന്നുണ്ട്, അതെന്താ അമ്മയ്ക്ക് ഇത്ര ഉറപ്പ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അത് എന്നൊക്കെ ഇങ്ങനെ പെട്ടെന്ന് കനക ഇങ്ങനെ വിക്കി പറയുന്നുണ്ട് കേട്ടോ. അല്ല, അവളെ സ്വന്തം വീട്ടിലല്ലേ നിൽക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, ഇല്ല, ഇതിന് മുമ്പേ അവളെ വീട്ടിൽ നിൽക്കുമ്പോഴാണ് അമ്മ എൻ്റെ കാര്യം പറഞ്ഞ് വന്ന് വിളിച്ചുകൊണ്ട് വരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയാണ്, എനിക്ക് ഇവിടെ വന്ന് നിൽക്കാനും അതുപോലെ തന്നെ അവളെ കാണാനൊക്കെ ചെയ്യാമല്ലോ, അതുകൊണ്ട് എനിക്കങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും പറയാണ്, എൻ്റെ പേര് പറഞ്ഞിട്ടാണ് അമ്മ 2 പ്രാവശ്യം എവിടെ വന്ന് കൂട്ടിക്കൊണ്ട് പോയത്, അങ്ങനെ എൻ്റെ അമ്മ ആരുടെ മുമ്പിലും തലകുനിച്ച് നിൽക്കുന്നത് എനിക്കിഷ്ടമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും നയന പറയുന്നുണ്ട്, ഇപ്പോൾ അമ്മ എന്നെ വിളിച്ചുകൊണ്ട് വന്നതാണോ കുറ്റമായത് എന്നൊക്കെ ഇങ്ങനെ നയനയും ചോദിക്കുകയാണ്.
എന്നിട്ടും അമ്മ ഇവിടെ എന്താ ഇങ്ങനെ ഓടി നടക്കണമെന്ന് എനിക്ക് മനസ്സിലാവണില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നയനയും ഗോവിന്ദനും കനകയൊക്കെ ഇങ്ങനെ പരസ്പരം നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ആദർശ് ശ്രദ്ധിക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ്, അല്ല നന്ദു എവിടെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ നന്ദു അവിടേക്ക് വരികയാണ് കേട്ടോ ചെയ്യുക. അപ്പോഴത്തേക്കും നന്ദുവിനെ കാണുമ്പോൾ ഇങ്ങനെ ആദർശ് പറയുന്നുണ്ട്, എല്ലാവരും വിറപ്പിക്കുന്ന നല്ലൊരു പോലീസ് ഓഫീസർ ആവണം കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ കനക പറയുന്നുണ്ട്, അയ്യോ അങ്ങനത്തെ ഉള്ള പ്രേരണയൊന്നും കൊടുക്കല്ലേ, ഇവളെ ഒന്നാതെ ഇവളെ പോലീസ് ആവുന്നതിൽ ഞങ്ങൾക്ക് ആർക്കും താല്പര്യമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും പറയാണ്, ഇവളെ തല്ലക്ക് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്, അതുകൊണ്ട് വലിയ ഭയപ്പെടാനൊന്നും ഇല്ല എന്നൊക്കെ ഇങ്ങനെ ആദർശ് പറയുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എന്തായാലും അനാമികയുടെ വീട്ടിൽ കയറി അനാമികയുടെ അച്ഛനും അമ്മയും തല്ലിയത് നന്ദുവാണെന്നൊക്കെ എനിക്ക് ഇങ്ങനെ പറയുന്നുണ്ട്. എന്നാലും എനിക്ക് ചെറിയ സംശയമുണ്ട്, സംശയമല്ല എനിക്ക് ഉറപ്പുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ അനാമികയുടെ അച്ഛനും അമ്മയും ആയതുകൊണ്ട് ഒരു തല്ലിൻ്റെ കുറവുണ്ടായിരുന്നു, അത് എനിക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ, പിന്നെ ആരെങ്കിലും കൊടുക്കുമ്പോൾ അത് സന്തോഷമല്ലേ ആവുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, നമ്മുടെ വീട്ടിൽ വേറൊരാൾക്കും കൂടെ ഇങ്ങനെ തല്ലി കൊടുക്കാനുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ചോദിക്കുകയാണ്, ആർക്കാ, ഇനി അബിക്കാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും അല്ല അബിക്കൊന്നും അല്ല, അനിക്കാണ് കാര്യം, അനിയാണല്ലോ നിന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ശല്യം ചെയ്യുന്നത്, അതുകൊണ്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും പറയാണ്, എന്നിട്ടിങ്ങനെ ആദർശ് പറയുന്നുണ്ട്, ഞാൻ തല്ലാൻ വേണ്ടിയിട്ട് പറഞ്ഞൊന്നുമല്ല കേട്ടോ, ഇനി അനാമികയും തമ്മിലുള്ള ബന്ധം തകർന്ന് ഏറ്റവും കൂടുതൽ വിഷമം അനുഭവിക്കുന്നത് അമ്മയായിരിക്കും, കാര്യം എന്നെ കാട്ടി ഏറ്റവും കൂടുതൽ ഇഷ്ടം അനിയാണ് അമ്മയ്ക്ക് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അത് അമ്മയ്ക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അതുകൊണ്ട് എന്തായാലും മോള് കാരണം അവരുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവരുത്, മോള് മാക്സിമം ഒഴിഞ്ഞ് തന്നെ നിൽക്കണമെന്നൊക്കെ ഇങ്ങനെ ആദർശ് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നയന പെട്ടെന്ന് ഓർമ്മിക്കാതെ പറയുകയാണ്, ഞാനും ആദർശിൻ്റെ അമ്മയും ഇതൊക്കെ അവളെ അടുത്ത് ഉപദേശിച്ചതാ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് ആദർശ് ചോദിക്കുന്നുണ്ട്, അമ്മയും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നോ, നിങ്ങൾ ഒരുമിച്ചാണോ വന്നതെന്നൊക്കെ ഇങ്ങനെ പെട്ടെന്ന് ആദർശ് ചോദിക്കുമ്പോൾ, അല്ല അത് ദേവേനി ഇങ്ങനെ ഇവിടെ എന്നൊക്കെ ഇങ്ങനെ വിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും കനക പറയുകയാണ്, അത് വേറൊന്നുമല്ല, ഇതിന് മുമ്പേ ഇവിടെ വന്നപ്പോഴത്തേക്കും ഈ കാര്യം പറഞ്ഞ് നന്ദുവിൻ്റെ അടുത്ത് ഉപദേശിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ കനക ഇങ്ങനെ പറയാൻ കേട്ടോ ചെയ്യുക. എന്നിട്ട് ശരി എന്നാൽ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് നയനയും ആദർശം പുറത്തേക്ക് പോവുകയാണ് കേട്ടോ ചെയ്യുക. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം പുറത്ത് വന്നതിന് ശേഷം ആദർശ് നയനയോട് പറയുന്നുണ്ട്, എന്തായാലും ഇക്കാര്യങ്ങളൊക്കെ നീ നന്ദുവിനെയും കൂടെ ഒന്ന് ഉപദേശിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ചോദിക്കുകയാണ്, ഇനിയിപ്പോൾ നീ വിഷു കഴിഞ്ഞിട്ടല്ലേ വരുള്ളൂ, അതിന് കഴിഞ്ഞിട്ടെങ്കിലും വരുമോ എന്നൊക്കെ ഇനി ചോദിക്കുമ്പോൾ അപ്പോൾ പറയുകയാണ്, എനിക്കങ്ങനെ ആദർശനെ ഒരുപാട് ദിവസം കാണാതിരിക്കാൻ പറ്റുമോ, ഞാൻ എന്തായാലും വരും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആദർശ് പറയുകയാണ്, നീ ഇനിയിപ്പോൾ വരുമ്പോഴേ അമ്മയുടെ കാറ് കൊണ്ടുവരുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നയന ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് എന്ത് പറയുമെന്നറിയാതെ. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് കേട്ടോ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.